അല്ല അദ്ദേഹം CPM-ന് വേണ്ടി വാദിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം CPM-നെ എല്ലാ തരത്തിലും പ്രതിരോധിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അത് സ്വർണ്ണക്കൊള്ള അദ്ദേഹത്തിന് നേരെ തിരിച്ചാണ്, ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വർണ്ണക്കൊള്ളയാണ് ഇവിടെയുള്ള ഏറ്റവും തിരിച്ചടിയുടെ കാരണം എന്ന് അദ്ദേഹം പറയും. അതിലൊന്നും ഒരു കൃത്യമായ നിലപാടുള്ള വ്യക്തിയല്ലല്ലോ. അദ്ദേഹത്തിന് ഒരു ദൗത്യമാണുള്ളത്. അദ്ദേഹം പറയുന്ന വാക്കുകളെ നമ്മൾ അതിന്റെ അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. അദ്ദേഹം നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ ദൗത്യമാണ്. ആ രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കുന്നത് CPM-ന് വേണ്ടിയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ദൗത്യം നിർവഹിക്കുന്നത് BJP-ക്ക് വേണ്ടിയാണ്. അദ്ദേഹം BJP-യുടെ ആളാണ്, BJP-യുടെ ഏജന്റ് ആയിട്ട് കേരളത്തിൽ വർത്തിക്കുകയാണ്. CPM-ഉമായിട്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് BJP-ക്ക് വേണ്ടിയിട്ടാണ്. BJP-ക്ക് വേണ്ടി മാത്രമല്ല, അദ്ദേഹം RSS-ന്റെ ഏജന്റാണ്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പാർട്ടിയെ നമ്മൾ നോക്കൂ. അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയാണ്. കേരളത്തിൽ എന്താണ്, നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ BDJS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ ചുമതല അദ്ദേഹത്തിന്റെ മകനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം SNDP-യുടെ തലപ്പത്ത് നിൽക്കുകയും രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതല അദ്ദേഹത്തിന്റെ മകനെ ഏൽപ്പിക്കുകയാണ്. ഈ പാർട്ടി നേരെ ചെന്ന് ചേരുന്നത് NDA-യിലാണ്. അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണ്? അദ്ദേഹം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി, ഇപ്പൊ കാരശ്ശേരി മാഷ് ഇവിടെ പറഞ്ഞ പോലെ നൗഷാദിന്റെ പ്രശ്നം മുതൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയത പറഞ്ഞു തുടങ്ങിയത് മുതൽ ഇക്കാലം അത്രയും അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം CPM-ന് വേണ്ടിയല്ല, BJP-ക്ക് വേണ്ടിയാണ്. ആത്യന്തികമായി BJP-ക്ക് വേണ്ടിയാണ്. അതിന്റെ താൽക്കാലിക ഗുണഭോക്താവ് മാത്രമാണ് CPM. അത് CPM-നെ വീണ്ടും അധികാരത്തിലേറ്റുക എന്നുള്ളത് കേരളത്തിൽ ആരാവശ്യമാണ്? BJP-യുടെ സംഘടനാപരമായും രാഷ്ട്രീയമായും ആശയപരമായി പ്രത്യയശാസ്ത്രപരമായി ആരുടെ ആവശ്യമാണ്? സംഘടനാപരമായി അവർക്ക് BJP-ക്ക് അധികാരത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ CPM-ന്റെ ഭരണം തുടരണം. അപ്പോൾ മാത്രമേ CPM-ലെ ഇടതുപക്ഷ രാഷ്ട്രീയം ദുർബലമാക്കിയാൽ മാത്രമേ അതിനെ, ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണം പോലെ എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ദുർബലാവുക? ആ പാർട്ടി തോറ്റു പോകുന്നതുകൊണ്ടല്ല, അതിന്റെ വോട്ടുകൾ കുറഞ്ഞു പോകുന്നതുകൊണ്ടല്ല, അതിനെ ആശയപരമായി പ്രത്യയശാസ്ത്രപരമായി നിർവീര്യമാക്കിക്കൊണ്ടാണ്. അങ്ങനെ നിർവീര്യമാക്കുന്ന ചുമതല CPM-ന് സ്വയം ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഒരു 100 ആവർത്തി പല ചർച്ചകളിൽ പലരും പറഞ്ഞ കാര്യമാണ് ബംഗാളിലെയും ത്രിപുരയിലെയും ഉദാഹരണങ്ങൾ. അവിടെ പാർട്ടിയെ പ്രത്യയശാസ്ത്രപരമായി നിർവീര്യമാക്കിയിട്ടാണ് അവർ BJP-യിലേക്ക് ഒഴുകിപ്പോയത്. നമ്മൾ കണ്ടതല്ലേ കണക്കുകള്. 2%-ലേക്കും 4%-ലേക്കും CPM-ന്റെ വോട്ട് കൂപ്പുകുത്തിപ്പോയത് ഈ ആശയപരമായി ദുർബലമാക്കി പ്രത്യയശാസ്ത്രം നഷ്ടപ്പെട്ടപ്പോഴാണ്. ആ പ്രത്യയശാസ്ത്രത്തെ ദുർബലമാക്കുന്ന നിർവീര്യമാക്കുന്ന പണിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കുലുക്കല്ലൂർ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിൽ നിർവീര്യമാക്കുക, അങ്ങനെ ഈ പാർട്ടിയെ അധികാരത്തിൽ നിർത്തുകയും പാർട്ടി എന്ന ആശയത്തെ ചോർത്തിക്കളയുകയും ചെയ്യുന്ന ദൗത്യമാണ് അദ്ദേഹം നിർവഹിക്കുന്നത്.